നമസ്കാരം. സൺഡേ വൈബ്സിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോടൊരു ചെറിയ കഥ പറയാം. ഒരു കുട്ടി, 4 വയസ്സ്, അവൻ സൈക്കിൾ പഠിക്കുകയാണ്. അവൻ വീഴും, വീണ്ടും വീഴും. ചിലപ്പോൾ മുട്ടിൽ രക്തം വരും. അവന് തോന്നും മതി, വീട്ടിൽ പോകാം. ഇതിൽ അമ്മ സന്തോഷിക്കും, ചില അച്ഛന്മാർ സമാധാനിപ്പിക്കും. ഇപ്പോൾ വിടരുത്, നീ ഏതാണ്ട് സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞു, വിഷമിക്കണ്ട, ഒരിക്കൽ കൂടി ശ്രമിക്കൂ. വേദനയുണ്ടായിരുന്നു, ഭയവും ഉണ്ടായിരുന്നു, എന്നാലും അവൻ വീണ്ടും കയറുന്നു. അന്ന് തന്നെയാണ് അവൻ ആദ്യമായി ഒറ്റയ്ക്ക് സൈക്കിൾ ഓടിച്ചത്. ഇതേ കഥ തന്നെയാണ് ഓരോ സംരംഭകനും അനുഭവിക്കുന്നത്. ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യം എന്ത് സംഭവിക്കും? ലോസ് വരും, കസ്റ്റമേഴ്സ് ഇല്ല, ലോൺ അടയ്ക്കാനാവില്ല, ഫ്രണ്ട്സ് ചിരിക്കും, റിലേറ്റീവ്സ് പറയും. നമ്മൾ പറഞ്ഞില്ലേ ജോലിക്ക് പോയാൽ മതിയെന്ന്. പക്ഷേ ഇത് കേട്ട് പിന്നോട്ട് പോയവരാണ് ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർക്കായി ജോലി ചെയ്യുന്നത്. അത് അവഗണിച്ച് മുന്നോട്ട് പോയവരാണ് തൊഴിൽ നൽകുന്നവരായത്. ബിസിനസ് എന്നത് ലാഭം മാത്രമല്ല, ബിസിനസ് എന്നത് ഒരു യാത്രയാണ്. ഒരുപാട് തവണ വീഴും, ഒരുപാട് തവണ തോറ്റുപോകും. ഒരുപാട് പേർ പറയും ഇത് നടക്കില്ല, ഇതൊക്കെ പാഴാണ്. പക്ഷേ ഇവിടെയാണ് യഥാർത്ഥ സംരംഭകൻ ജനിക്കുന്നത്. നമ്മളെല്ലാവരും ഒരു ദിവസം ചോദിക്കും, ഞാൻ ചെയ്യുന്നത് ശരിയാണോ? ഇതിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാകുമോ? ഇതൊക്കെ ഉപേക്ഷിച്ചാൽ മതിയോ? അത് മനുഷ്യ സ്വഭാവമാണ്. തോൽവി വരുമ്പോൾ ഉപേക്ഷിക്കണമെന്ന് തോന്നൽ വരും. പക്ഷേ വിജയവും തോൽവിയും തമ്മിലുള്ള ഒറ്റ വ്യത്യാസം എന്താണെന്നറിയാമോ? ഒരിക്കൽ കൂടി ശ്രമിക്കുന്നതോ അതോ ഉപേക്ഷിക്കുന്നതോ. വിജയിച്ച എല്ലാ സംരംഭങ്ങളുടെയും ഒരു കോമൺ പോയിൻ്റ് എന്താണെന്നറിയാമോ? അവർ സ്മാർട്ടസ്റ്റ് ആയിരുന്നില്ല, റിച്ച് ആയിരുന്നില്ല, പവർ ഉള്ളവരുമായിരുന്നില്ല. അവരൊക്കെ കൈവിട്ടില്ല എന്നതാണ് സത്യം. സ്റ്റീവ് ജോബ്സിനെ പുറത്താക്കി, ജാക്ക് മായെ 30 തവണ റിജക്റ്റ് ചെയ്തു, എലോൺ മസ്ക് നിയർലി ബാങ്ക്രപ്റ്റായി. പക്ഷേ അവർ പറഞ്ഞു ഐ ട്രൈ വൺ മോർ ടൈം. സുഹൃത്തുക്കളെ, നിങ്ങളിന്ന് തോറ്റിരിക്കാം, ബിസിനസ് നിങ്ങളുടെ സ്ലോ ആയിരിക്കാം, അക്കൗണ്ട് ബാലൻസ് 0 ആയിരിക്കാം. പക്ഷേ നിങ്ങൾ ഇന്നും നിൽക്കുകയാണ് എങ്കിൽ നിങ്ങൾ തോറ്റിട്ടില്ല. തോൽവി വരുന്നത് നിൽക്കാൻ ചിന്തിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഉപേക്ഷിക്കുമ്പോഴാണ്. ഓർമ്മിക്കണം, വീഴുന്ന പ്രശ്നമല്ല, വീണിടത്ത് കിടക്കുന്നതാണ് പ്രശ്നം. ഭയം പ്രശ്നമല്ല, ഭയത്തെ അനുസരിച്ച് തീരുമാനമെടുക്കുന്നതാണ് പ്രശ്നം. ഫെയിലിയർ പ്രശ്നമല്ല, ഫെയിലിയറിനെ അവസാനമെന്ന് കരുതുന്നതാണ് പ്രശ്നം. ഇന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒറ്റ സെൻറ്റൻസ് മാത്രമാണ്. ഒരിക്കൽ കൂടി ശ്രമിക്കൂ, കാരണം നിങ്ങൾ ഓൾമോസ്റ്റ് എത്തിയിരിക്കാം. നാളെ നിങ്ങൾ വിജയിച്ചാൽ ഇന്ന് നിങ്ങൾ കരഞ്ഞ ദിവസങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിരിക്കുക. അപ്പോൾ നിങ്ങൾ പറയുക, ഞാൻ അന്ന് കൈവിട്ടിട്ടില്ല, അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. അവസാനം ഒരു ചോദ്യം, ഇന്ന് നിങ്ങൾ എന്ത് തീരുമാനമെടുക്കും? വീണിട്ട് കിടക്കണോ, അല്ലെങ്കിൽ ഒരിക്കൽ കൂടി കയറണോ? വിജയം കാത്തിരിക്കുന്നത് കയറുന്നവർക്കാണ്. കീപ് മൂവിങ് ഫോർവേഡ്, നെവർ ക്വിറ്റ്. കാരണം യഥാർത്ഥ സംരംഭകൻ തോൽവിയിൽ നിന്നും ഉണ്ടാകുന്നതാണ്.